കോക്രോച്ചസ് ഫ്രം കേരള. വളരെ ശാന്തമായിട്ട് മറൈൻ ഡ്രൈവിലെ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്തുകൊണ്ടിരുന്ന ഞങ്ങളെ പോലീസ് പുറത്താക്കി. പറ്റില്ല, എല്ലാം ക്യാമറയുണ്ട്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. റൈസ് യുവർ വോയിസ് ഇഫ് യു സപ്പോർട്ട് CJP. നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇഷ്യൂസ് അറിയാം. നമ്മൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറണം. അതിന് ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും പോവും. സ്റ്റുഡൻസിനെ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ വി ആർ കോക്രോച്ചസ്. റൗണ്ടിൽ വന്നിട്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോരുത്തർ ഓരോ വാഗ്ദാനങ്ങളൊക്കെ നൽകും. പക്ഷേ അത് നടപ്പിലാക്കേണ്ട സമയമാകുമ്പോൾ ഓരോരുത്തരും അതിൽ നിന്ന് പിൻവലിയാണ്. അതുകൊണ്ടാണ് നീറ്റിൻ്റെ ചോദ്യപേപ്പറൊക്കെ ചോരി അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റ് CJP ഇപ്പോൾ അവിടെ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികൾ ആ പ്രൊട്ടസ്റ്റ് നടത്തുന്ന പോലെ വൻ രൂക്ഷമായിട്ട് തന്നെ ആക്രമിക്കുകയും വൻ തോതിലുള്ള പരിക്കുകളാണ് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. ഇതിനെതിരെ അവർ മാത്രം പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടൊരു കാര്യവുമില്ല. നമ്മളെല്ലാവരും തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെയും ഒക്കെ ഇറങ്ങി പുറപ്പെടണം. ഇപ്പോൾ കർഷകർ ഒരു കൂട്ടം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ കഴിയുള്ളൂ. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരോട് ഞാനും കൂടാണ്. കാരണം ഈ നീറ്റ് പരീക്ഷ ലീക്കാവുന്നതിനനുസരിച്ച് പിള്ളേർക്ക് കുറേ പേര് സൂസൈഡ് ചെയ്യുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണം. രാജിവെക്കണം. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൂടെ ഇരിക്കുക. എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്യണം. അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികളുടെ ഭാവി ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നീറ്റ് ലീക്കായാൽ ഇനിയുള്ള കുട്ടികളുടെ ഭാവിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് റിസൈൻ. ഇതിനെതിരെയൊക്കെ നമ്മൾ ഓരോരുത്തർ പ്രതികരിക്കണം. കേരളത്തിൽ ആരും പ്രതികരിക്കുന്നതിനെ കാണുന്നില്ല. ഇത് നമ്മളെ അറിയാലോ, ഡൽഹിയിൽ നടക്കുന്ന സ്റ്റുഡൻസിന്റെ. അപ്പൊ നമ്മളൊരു സപ്പോർട്ട്, കേരളത്തിന്റെ ഒരു സപ്പോർട്ട്. അവിടുത്തെ ഗ്രൗണ്ടിലോ മറ്റേ എൻട്രൻസ് ഇല്ലേ, നമ്മുടെ ഈ വണ്ടിയൊക്കെ പാർക്കൊക്കെ ചെയ്യാൻ വേണ്ടി മെയിൻ റോഡില് അവിടെ ചെയ്യും. വാക്കുവയില് പറ്റില്ല, വാക്കുവയിൽ എല്ലാം ക്യാമറയുണ്ട്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വലിയൊരു വിഷയം നടന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് ഒരു വലിയൊരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആരുടെ ഭാഗത്തുനിന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വേറെ ആരും സംസാരിക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാര്യം ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ എക്സാം പേപ്പർ ചോർന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊത്തത്തിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരു കൃത്യതയില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വേറെ രാജ്യങ്ങളിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എല്ലാവരും വോയിസ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അവിടെ ഡൽഹി പോകാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും നമ്മൾ ഇവിടെ നിന്നിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വി ആർ കോക്രോച്ചസ്. താങ്ക് യു. ആര് തടഞ്ഞാലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ 4 പേരുള്ള സെക്യൂരിറ്റി പോലീസുകാർ പേടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിജയം. നമ്മള് ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. ഇത്ര പേടിക്കുവാണെങ്കിൽ നമ്മുടെ 10-20 ആൾക്കാരാണെങ്കിലോ സത്യം പ്രതികരിക്കുന്നവരുടെ വായെടുപ്പിക്കാനുള്ള പരിപാടിയാണ്. നടക്കില്ല. സപ്പോർട്ടല്ലേ. വാക്ക്വേല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് നടു റോട്ടിൽ നിൽക്കും. നടുറോട്ടിലൊക്കെ ഇറങ്ങും. ഞങ്ങള് 4 പേര് ആകെ വന്നിട്ടുള്ള 4 പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കളി നമുക്കൊന്ന് കാണാലോ. റോട്ടിൽ കൂടെ നടക്കുമ്പോ ആരെങ്കിലും തടയോ നോക്കാം. നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമുക്ക് വേണ്ട നീതി എന്നായാലും നമ്മൾ പിടിച്ചെടുക്കും. വിവരമുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ തലമുറ. ഇപ്പോഴത്തെ പിള്ളേർ ഫുള്ള് ബുദ്ധിയുള്ളവരാ. ആൾക്കാരെ കബളിപ്പിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഉള്ളിടത്തോളം കാലം എത്ര പിടിച്ചമർത്തിയാലും പുറത്തു വരും. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് കട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വരില്ല എന്നൊക്കെ വിചാരിച്ചു പലരും. പക്ഷെ എല്ലാം പുറത്തു വരും. രാജിവെച്ചേ പറ്റൂ, അത്രേ ഉള്ളൂ. ഞങ്ങൾ കേരളം കൂടെ ഉണ്ട്. ഡൽഹി വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളെ കേരളക്കാർ ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. മാന്യമായിട്ട് മറൈൻ ഡ്രൈവിൽ മാന്യമായിട്ട് നിന്നിരുന്നതാണ്. 2-3 പേരുടെ അഭിപ്രായങ്ങൾ മാത്രം എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി മാത്രം ഞങ്ങള് അഭിപ്രായം പറയാന്ന് വിചാരിച്ചതാണ്. മോളിൽ ആരെയും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ഈ 4 പേരിനെ ഭയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങള്
പുറത്തിറങ്ങാൻ തന്നെ വിചാരിച്ചു. ഞങ്ങൾ ആരും ഭയപ്പെടുന്നില്ല, ഞങ്ങളാരും ഭയപ്പെടില്ല, ആരും ഭയപ്പെടുത്താന്ന് വിചാരിക്കണ്ട. ഞങ്ങളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ നോവിക്കാം, അടിച്ചു നോവിപ്പിക്കാം, പക്ഷെ ഞങ്ങള് എത്ര ഇതായാലും ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങളിൽ ഒരു കോക്രോച്ചിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കൊട്ടായി നിൽക്കും. മാന്യമായിട്ട് മറൈൻ ഡ്രൈവിൽ നിന്ന് ഞങ്ങളെയാണ് ഇപ്പോൾ പബ്ലിക്കിൽ ഇറക്കിയത്. ഞങ്ങൾക്ക് നീതി കിട്ടുന്ന വരെ ഞങ്ങൾ പോരാടും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. കാര്യം 80% മുകളിലുള്ള ആളുകൾക്കും ഇതിനെ പറ്റിയിട്ടൊരു ശരിയായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇതെന്താ സംഭവിക്കുന്നത്, നമ്മളെ കേരളത്തില് 80% മുകളിലുള്ള ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല എന്നുള്ളത് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഒരു വിഷയം ആയതുകൊണ്ട് സ്റ്റുഡൻസിന് ഇതിനെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. എനിവേ കുറച്ച് പേരൊക്കെ അറിയുന്നവരുണ്ട്, അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ കാരണമാണെങ്കിൽ ഞങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങേണ്ടി വന്നു. भाई 2 बात बोल दो से समथिंग. भाई मैं हिंदी आता है, इंग्लिश ये नहीं हिंदी में बोलो, कोई बात भाई मैं आपका बहुत फुल सपोर्ट है भाई, फुल सपोर्ट है जी भाई मैं फुल सपोर्ट है भाई. कल 10 होगा, कल 20 होगा, कल 100 होगा, मैं फुल सपोर्ट है भाई. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരും ഇറങ്ങി തിരിക്കില്ല. ആരും പിന്നാക്കം പോകരുത്. നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അല്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. We win! Justice! We win! Cockroach! We win! Cockroach! We win! Cockroach! We win! Justice! 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 We win! We win! Justice! We win! We win! Justice! We win! Cockroach! We win! We win! പരീക്ഷ പേപ്പർ ചോർന്നതുകൊണ്ട് പൊലിഞ്ഞ ഓരോ കുട്ടികളുടെ ജീവന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇനി അങ്ങനെ എക്സാം പേപ്പർ ചോർന്നതിന്റെ പേരിൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മ കാരണം ഒരു കുട്ടികളും മരിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടോ പോകാൻ വേണ്ടി പാടില്ല. നമ്മളുടെ ഡൽഹിയിൽ നമുക്ക് എന്തായാലും ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കേരളത്തിൽ പറ്റുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മൾ അവസാനിച്ചിട്ടില്ല. മാക്സിമം സപ്പോർട്ടോടുകൂടി നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇതിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എല്ലാവരും കൂട്ടിച്ചേർത്ത് ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ we want justice. Hope you guys doing well. നമ്മൾ 4 പേരെ ഭയപ്പെട്ട് അവര് മറൈൻ ഡ്രൈവിൽ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി തിരിച്ച്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. We are cockroaches.